ഈ മേഖലയിലേക്ക് എത്തിയ രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതെ 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 പിടികൂടാൻ വേണ്ടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വലിയ രീതിയിൽ ഞങ്ങൾക്ക് ഏകദേശം ഈ കനാലിന്റെ അറ്റത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കാരണം അവിടെ ഒന്നും ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഭയത്തിൽ ഇങ്ങോട്ട് വന്നതാണ്. തീർച്ചയായും അതെ 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 ഇവിടെ വന്നതാണ്. മേഖലയിലെല്ലാം ഒളിച്ചിരിക്കാൻ സാധ്യത. ഇതിന്റെ മേലെ ഒരു പണ്ട് യൂക്കാലേക്ക് വിടുന്ന ലോറി പാതയുണ്ട്. ചിലപ്പോൾ അതിലേക്കൂടെ ഈ ഫ്രീ ആയിട്ട് നടന്നു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഏരിയ ആണ്. അറിയുന്ന ആളാണ് ഈ ഇല്ല, കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോഴൊക്കെയാണ് നമ്മൾ കാണാൻ തുടങ്ങിയത്. ലോറി പാതയുണ്ട്. അതെ, എങ്ങോട്ടുള്ള ഇത് പണ്ട് യൂക്കാലേക്ക് വെട്ടുന്ന സമയത്ത് തടി കടത്താനുള്ള എവിടുന്ന് എങ്ങോട്ട് ഇതിനകത്ത് ഈ ഇത് ഫോറസ്റ്റിൻ്റെ കാടാണ്. അതിനകത്ത് മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് ആ പാതയൊക്കെ ഇപ്പോഴും ഉണ്ട്. വലുതും ചെറുതായിട്ട് രണ്ട് പാത ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പഴയ ആളുകൾക്ക് ആ പാത അറിയാൻ പറ്റും. പഴയ ആൾക്കാർക്ക് ഈ പണ്ട് പാതയുള്ള കാര്യം അറിയാൻ പറ്റും. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഏകദേശം ഒരു അതായത് ഇത് അതിർത്തിയിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ. വീടുകൾ നിൽക്കുന്ന മേഖലയിൽ അല്ല വീടുകൾ ഇത് ഫോറസ്റ്റിൻ്റെ അതിർത്തിയിൽ നിന്ന് അകത്തോട്ടാണ്. അകത്തോട്ട് 200 മീറ്റർ കഴിഞ്ഞാൽ അത് ഈ മാട്ടായി നഗർ കഴിഞ്ഞാൽ അത് അവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് നീളത്തിലാണ് ഈ ചുറ്റും. ഇതിന് മലയുടെ ചുറ്റും ആ റോഡ് ഉള്ള കാര്യം. നെല്ലിയാമ്പതി മലയുടെ താഴ്വാരമാണ്. അതെ, താഴ്വാരം. അതെ, ഇതൊക്കെ നെല്ലിയാമ്പതി മലയുടെ താഴ്വാരമാണ്. ആ മേഖലയിലേക്ക് ഒരു പഴയ ലോറി പാതയുണ്ട്. പണ്ട് യൂക്കാലി മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടുവരുന്ന ഒരു പാതയാണ്. ആ പാതയിലേക്ക് പോയാൽ ഒരു പക്ഷേ അറിയുന്ന ആളുകൾക്ക് ആ പാത, സുപരിചിതരായുള്ള ആളുകൾക്ക് ആ പാത ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ചെന്താമര ദീർഘനാളായി ഈ മേഖലയിലെല്ലാം സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. വനമേഖലയിലൂടെ എല്ലാം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചെന്താമരയ്ക്കും ഈ പാത അറിയാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. വനിതകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്നത് വലിയ ഭയം കൊണ്ടാണ്. കാരണം വലിയ ഓപ്പൺ ഏരിയകൾ ഈ മേഖലയിലുണ്ട്. കൃഷിയിടങ്ങളുണ്ട്, ചെറിയ കൃഷിയിടങ്ങളുണ്ട്. എവിടെയെങ്കിലും ഈ ചെന്താമര ഒളിച്ചിരിക്കുകയാണെങ്കിൽ അയാൾ ഒരു ക്രൂരനാണ് എന്ന ചിത്രം ജനങ്ങൾക്കുള്ളിലുണ്ട്. അടുത്ത ഒരു കൃത്യം അല്ലെങ്കിൽ ക്രൂരകൃത്യം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ അത് തങ്ങൾക്ക് നേരെ ഉണ്ടാകുമോ എന്നൊരു ഭയത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ട് തന്നെ ചെന്താമരയെ പിടികൂടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. യുവാക്കളുടെ ഒരു വലിയ സംഘം നേരത്തെ നമ്മൾ മാട്ടായി കോളനിയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇപ്പോൾ നേരത്തെ ഈ കോഴിഫാം മേഖലയിലേക്ക് നടന്നു വന്നതാണ്. ആ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കളുടെ സംഘം ഈ മേഖലയിൽ തന്നെ കയ്യിൽ കിട്ടിയിട്ടുള്ള വടികളും അതുപോലെ തന്നെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളും ചെറിയ ടോർച്ചുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിലിനി ഇറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഇന്ന് വീടുകളിലേക്ക് മടക്കമില്ല. ഇന്ന് ചെന്താമരയെ തേടി ഈ കാടുകളിലേക്ക് തന്നെ കയറുമെന്നാണ് ഇവിടെയുള്ള യുവാക്കൾ മുഴുവൻ പറയുന്നത്. ഈ തിരച്ചിലിന് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ഈ ഫസ്റ്റ് ഇപ്പോൾ ഏത് മേഖലയിലേക്ക് നിങ്ങൾ ഈ കോഴിഫാം മേഖലയിലേക്കാണോ? അല്ല, കോഴിഫാം ആള് ഇവിടുന്ന് കണ്ടെന്ന് പറഞ്ഞു. അതിനിപ്പോൾ വന്നുള്ളൂ. എന്നാലും ഈ ഭാഗത്തേക്ക് ഉള്ളിൽ കയറിക്കുന്നൊക്കെ പറയുന്നു. നിങ്ങൾക്ക് പുറത്ത് തപ്പാൻ നോക്കാൻ വേണ്ടി തന്നെ വന്നത്. ഇപ്പോൾ ന്യൂസ് അറിഞ്ഞപ്പോൾ നമ്മൾ കണക്ക് വന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഏത് മേഖലയാണ്? ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അതാണ് അരുൺ. നിരവധി യുവാക്കൾ ഈ വിവരം അറിഞ്ഞ് ചെന്താമരയെ തപ്പാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മേഖല അതായത് നാട്ടുകാരോട് നമുക്ക് പറയാനുള്ളത്, ഏതെങ്കിലും തരത്തിൽ ചെന്താമരയെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും പോലീസിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. നിയമ സംവിധാനത്തിലേക്ക് അയാളെ കൊടുക്കുക. ഒരു കാരണവശാലും മറ്റൊന്നും ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. കാരണം അത് പിന്നീട് വലിയ കേസും കൂട്ടവുമായിട്ടൊക്കെ മാറുകയും ചെയ്യും. നമുക്കറിയാം, ഒരു കൊടും കുറ്റവാളിയാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണം ആ ഭാഗത്തേക്ക് നീങ്ങാനും. ഇപ്പോൾ വനിതകളടക്കമുള്ളവർ വീടിന് പുറത്തുനിന്നിറങ്ങി ചെന്താമരയെ തിരയുന്ന സംഘത്തിനോടൊപ്പം ഉണ്ട്. ആ കാഴ്ചകളും പ്രേക്ഷകർക്ക് കാണാം. ഒരു നാട് മുഴുവൻ ഉണർന്ന് തിരയുകയാണ്.